ഒരു കുഞ്ഞു കുനാഫ സ്റ്റോറി കേട്ടാലോ? എന്താണ് ഈ കുനാഫ? പേര് പോലെ തന്നെ രസകരമായ ഒരു സംഭവം തന്നെയാണ് ഇത് കേട്ടോ. കഴിഞ്ഞ 6-7 വർഷമായി ലുലു മാളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധ എപ്പോഴും ആകർഷിച്ച ഞാൻ എല്ലാ വട്ടവും ചോദിച്ചുകൊണ്ടിരുന്നൊരു പേരാണ്, ചേട്ടായി എന്താണ് ഈ കുനാഫ സ്റ്റോറി? ശരി, ഇന്ന് നിൻ്റെ ആഗ്രഹം എന്താണോ അത് ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുന്നിൽ സഡൻ ബ്രേക്ക് അടിച്ച ചേട്ടായി പോയി അങ്ങ് ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. കിട്ടിയ മെനു കാർഡിനകത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ചേട്ടായി ഇതിനകത്ത് ബെസ്റ്റ് സെല്ലിങ് ഏതാണെന്നൊന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ്റെ ആൻസർ ക്രീം ചീസ് കുനാഫ, ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണമെങ്കിൽ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ക്രീം ചീസ് കുനാഫയും ഓർഡർ ചെയ്ത് കാറിനകത്ത് പോയി 2 പാട്ടൊക്കെ പാടിയിരിക്കുന്ന സമയം കൊണ്ട് ചേട്ടൻ കുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാനൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ആ ചില്ലുവാതിലിൻ്റെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു. അവിടെ ഒരു ചേട്ടൻ കുനാഫ സ്ലോലി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനകത്ത് നല്ല സിറപ്പൊക്കെ ഇട്ട് സൂപ്പറാക്കി തരുന്നുണ്ട്. ഇനി എന്താ ടേസ്റ്റ് എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ചേട്ടൻ എനിക്കത് ഡെലിവർ ചെയ്ത് തന്നു. പാക്കറ്റൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോൾ സൂപ്പറായിട്ടുള്ളൊരു സിറപ്പുണ്ട്, ഒരു നല്ല പാക്കേജുണ്ട്, നല്ല ബ്ലൂ കളർ കുനാഫ സ്റ്റോറിയുടെ പാക്കേജ്. ഇനി ഇതിനകത്തുള്ള സംഭവത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ വീണ്ടും ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓപ്പൺ ചെയ്തപ്പോഴും ആസ് യൂഷ്വൽ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല വായ കൊതിയുന്ന രീതിയിൽ ചേട്ടൻ അത് കുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത്തിരി സിറപ്പൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടി ഞാൻ റെഡിയാകുമ്പോൾ ഇത് ഞാൻ മാത്രം കഴിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണം തോന്നി. ശരി, അപ്പോൾ ആൾ നല്ല ക്രിസ്പിയാണ്, നല്ല ക്രഞ്ചിയാണ്, അതോടൊപ്പം ചീസിൻ്റെ ഒരു ഫില്ലിംഗ് കൂടെ കൊടുത്തുകൊണ്ട് ആൾ പിടിച്ച് വലിച്ച് എടുക്കേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച് വലിച്ചെടുത്ത് ഒരു പീസിങ് എടുത്തു. വായിലേക്ക് അങ്ങ് വെക്കേണ്ട താമസം ആൾ ചീസിൻ്റെ ആ ഒരു ടേസ്റ്റും ഇതിൻ്റെ ക്രഞ്ചിനെസ്സും എല്ലാം കൂടെ ചേർന്നൊരു അടിപൊളി ടേസ്റ്റ് എനിക്ക് കിട്ടി. സോ കഴിക്കുന്നതിനിടയ്ക്ക് ചേട്ടായുടെ കമൻറ്റിന് എനിക്ക് ചിരിക്കാതിരിക്കാനും വയ്യ. സോ അങ്ങനെ ഞാൻ കുനാഫ ഇത്രത്തോളം കളിയാക്കി. ഇനി കഴിച്ചാൽ എൻ്റെ മോള് ചിലപ്പോൾ പിണങ്ങും, കാരണം ഞാൻ മാത്രം കഴിച്ചാൽ പോരല്ലോ.